റോക്കി മാൻഷനിലേക്ക് വരുമ്പോഴത്തേക്കും പലർക്കും പലൊരു ഡൗട്ട് ഉണ്ട് അത് സത്യത്തിൽ ആരുടെ വീടാണെന്നുള്ളത്. നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സാ? അല്ല, പെട്ടെന്നുണ്ടായ ആ ഒരു ഇതുമൂലം ഒരാളെ ഇടിക്കാന്നൊക്കെ പറയുന്നത് മോനെ സംബന്ധിച്ചിടത്തോളം മോൻ ആ ഒരു സിറ്റുവേഷൻ കണ്ട സമയത്ത് എന്താ മോന് തോന്നിയത്? കളിക്കട്ടെ. ടിജോ വീണ്ടും റീ എൻട്രി ആയിട്ടുണ്ട്, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ചെറിയ കുട്ടികൾ വരെ പറയുന്നത് എനിക്ക് റോക്കി ഇഷ്ടം, കാരണം റോക്കി നല്ലോണം ഇടിക്കുന്നു. വീട്ടിലെങ്ങനെയാണ്? കൂളാണ് വീട്ടിൽ, മറുപടി പറയേണ്ടടുത്ത് മറുപടി പറയും, ഏകദേശം അതേപോലെ തന്നെ, പക്ഷെ കുറച്ച് കൂളായിട്ടുള്ള വെർഷനാണ്. ഈ അച്ഛനും മോനും എല്ലാം ഈ കിക്ക് ബോക്സിങ്ങും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ? റോക്കി അന്വേഷിച്ചപ്പോ നമുക്ക് കിട്ടിയത് റോക്കിന്റെ മകനെയാണ്, റാഗ്നർ റോക്കി അല്ലെ? അപ്പൊ റാഗ്നർ റോക്കി, ചെറിയ എന്തെങ്കിലും പേരുണ്ടോ? ചെറിയ പേരില്ല. സുഖമായിട്ടിരിക്കുന്നോ? അച്ഛനോ? അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സുഖമാണ്? എല്ലാവർക്കും സുഖം. ഓക്കെ, നമ്മള് സ്റ്റുഡിയോയിൽ വന്നപ്പോഴത്തേക്കും താങ്കളെയാണ്, ചെറിയ റോക്കിനെയാണ് കാണാനായിട്ട് പറ്റിയത്. ലിറ്റിൽ റോക്കി അത് മതി, കാരണം എനിക്ക് പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പം അച്ഛനിപ്പോ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എവിടെയാണ് ഇപ്പൊ ആള്? പുള്ളി ഇപ്പം ഒരു മീറ്റിങ്ങിന് പോയേക്കാണ്. അപ്പൊ അച്ഛൻ സത്യത്തിൽ എങ്ങനെയാണ്? കാരണം നമ്മൾ ബിഗ് ബോസിനകത്തുള്ള റോക്കിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് ഷോർട്ട് ടേം വേർഡ് ആണ്, വേണ്ട കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് തന്നെ സംസാരിക്കുകയും അത് മുഖത്ത് നോക്കിയാൽ അത് ആരാണ് എന്താണ് അതൊന്നും ഒരു പ്രശ്നമല്ല, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വീട്ടിലും അച്ഛൻ ഇതേ കണക്ക് തന്നെ ഭയങ്കര ഷോർട്ട് ടേം വേർഡ്, എപ്പോഴും വഴക്കൊക്കെ പറയുന്ന, കുറ്റമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വഴക്കൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പാണോ? കൂളാണ് വീട്ടിൽ. ഓക്കെ, അപ്പം ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള റോക്കി അല്ല? അല്ല, പുള്ളി അതേപോലൊക്കെ തന്നെ, മറുപടി പറയേണ്ടടുത്ത് മറുപടി പറയും, ഏകദേശം അതേപോലെ തന്നെ, പക്ഷെ കുറച്ച് കൂളായിട്ടുള്ള വെർഷനാണ്. ഓക്കെ, അപ്പൊ അച്ഛൻ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് എങ്ങനെയായിരുന്നു മകനെ സംബന്ധിച്ചിടത്തോളം? അത് എങ്ങനെയായിരുന്നു താൻ കണ്ടത്? കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, കാരണം ഇപ്പം 6 വർഷമായിട്ട് ഷോ ഞാനും കാണുന്നതാണ്. സോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പാർട്ടിസിപ്പൻ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു സന്തോഷം കാണൂലേ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്താണ് പുള്ളി ചെയ്യാൻ പോകുന്നതെന്ന്. അതുവരേക്കും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തു നിന്നും കാണുന്നവർ മാത്രമാണ്. നമ്മുടെ ആരെങ്കിലും അതിനകത്തേക്ക് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴോ മാത്രമേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്താണ് എന്നതിനെ പറ്റി നമുക്ക് കൂടുതലായിട്ടും വ്യക്തമാവുള്ളൂ. അപ്പം അച്ഛൻ പോയി വന്നതിന് ശേഷം എന്തൊക്കെയാണ് അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു തന്നത്? അവിടെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല വലുതായിട്ട്, പക്ഷെ അവിടെ ബേസിക്കലി പൊളിയാണെന്നാണ് പറഞ്ഞത്. അതെ, എല്ലാവരുമായിട്ടും പിന്നീട് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, അതായത് കുറെ പേര് പിന്നീട് എവിക്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അച്ഛൻ അവിടെ കുറച്ച് എന്താ പറയാ, കുറച്ച് നമുക്ക് എല്ലാവർക്കും റോക്കിയുമായിട്ടുള്ള ആ ഒരു കുറെ ഫാൻസ് ഒക്കെ ഉണ്ടായി. അപ്പം ആ ഫാൻസിൽ പലരും പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ്, എന്താണ് റോക്കിയെ പോലെ ആകണം, റോക്കിനെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് റോക്കിയെ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആള് ഭയങ്കര ഇടിയാണ് എന്നാണ് പല ചെറിയ കുട്ടികൾ വരെ നമ്മുടെ അടുത്ത്, നമ്മൾ പോയി ഈ പബ്ലിക് റിവ്യൂസ് ഒക്കെ എടുത്ത സമയത്ത്, റെസ്പോൺസ് ഒക്കെ എടുത്ത സമയത്ത് ചെറിയ കുട്ടികൾ വരെ പറയുന്നത് എനിക്ക് റോക്കിയെ ഇഷ്ടം, കാരണം റോക്കി നല്ലോണം ഇടിക്കുന്നു. വീട്ടിലെങ്ങനെയാണ് പുള്ളി? വീട്ടില് ഞാൻ പറഞ്ഞില്ലേ, പുള്ളി കുറച്ച് കൂളാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരുന്ന ഒരാളാണ്, അതായത് ദേഷ്യപ്പെടാതെ പറയും. കാരണം ഞാൻ മോനല്ലേ, പക്ഷെ ബിഗ് ബോസിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇതെടുക്കാൻ പറ്റില്ല, നമ്മൾ കുറച്ചും കൂടെ നമ്മളെ നിലപാടും കുറച്ച് പവറായിട്ട് പറഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുള്ളൂ. അപ്പം പുള്ളി കുറച്ച് കൂളാ എൻ്റെ അടുത്തല്ല, വീട്ടിലെല്ലാരടുത്തും കൂളാണ്. ഓക്കെ, അമ്മയും അച്ഛനും തമ്മിൽ എങ്ങനെയാണ്? ഇടയ്ക്കൊക്കെ വഴക്കൂടാറുണ്ടോ? ഇല്ല, ഒരു ഓക്കെ, അപ്പൊ നമ്മള് കണ്ടിട്ടുള്ളായിരുന്ന ഒരു സംഭവമായിരുന്നു, നമ്മള് ബിഗ് ബോസിൽ നിന്ന് പുള്ളി എവിക്റ്റ് ആകുന്ന ആ ഒരു സംഭവം, ആ ഒരു സമയത്ത് പുള്ളി കൺഫെഷൻ റൂമിൽ ചെന്നിരുന്നിട്ട് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ ഉണ്ടായ ആ ഒരു പെട്ടെന്നുണ്ടായ ആ ഒരു ഇതുമൂലം ഒരാളെ ഇടിക്കാന്നൊക്കെ പറയുന്നത് പുറത്തുനിന്ന് കാണുന്നവര് അത് അവന് വേണം എന്ന് പലരും പറയുന്നുണ്ട്, എന്നാൽ പോലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നവരുണ്ടായിരുന്നു. മോനെ സംബന്ധിച്ചിടത്തോളം മോൻ ആ ഒരു സിറ്റുവേഷൻ കണ്ട സമയത്ത് എന്താ മോന് തോന്നിയത്? എനിക്ക് കുറച്ച് വിഷമം തോന്നി, കാരണം പുള്ളി ഇത്രയും 6 വർഷത്തെ ഒരു ഇത് തോന്നി. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നില്ല, കാരണം ബിഗ് ബോസ് പ്രൊവോക്കിംഗ് ഗെയിമാണ്, നമ്മുടെ കൈ വിട്ട് പോകാനുള്ള സിറ്റുവേഷൻസ് വരും. സോ
പുള്ളി അത് കൈവിട്ട് പോയി. അപ്പം അതൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി അവിടെ പോയിട്ട് പുള്ളി ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് 2 ആഴ്ച കിട്ടിയെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ പുള്ളി ഇവിടെ തിരിച്ചു വന്നേക്കും. സോ എനിക്ക് വലുതായിട്ട് വിഷമം തോന്നുന്നില്ല. പിന്നെ പുള്ളിനെ കണ്ടപ്പോഴും ഫുള്ള് സെറ്റായി. അത്രയും ദിവസം കഴിഞ്ഞിട്ട് അച്ഛനെ കാണാന്ന് പറയുമ്പോഴത്തേക്കും ഇതുവരെ പുള്ളി മാറി നിന്നിട്ടില്ല ഇത്രയും ദിവസം വീട്ടിൽ നിന്ന്. സോ അത് കുറച്ച് ടഫായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പം നല്ല സന്തോഷമുണ്ട്. ഓക്കെ നമ്മള് ബിഗ് ബോസിനകത്ത് നോക്കുവാണെങ്കിലും നമ്മുടെ മോഹൻലാൽ തന്നെ വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനായിരുന്നെങ്കിൽ ഇടിച്ചേനെ, നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് ഞാനായിരുന്നെങ്കിൽ ഇടിച്ചേനെ എന്നൊരു പെർമിഷൻ കൊടുക്കുന്നത് പോലെ ലാലേട്ടൻ പറഞ്ഞു എന്ന് ഈ ആരാധകരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയോ? എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോഴായിട്ടൊരു ഫണ്ടിന് വേണ്ടി പറഞ്ഞായിരിക്കാം, ചിലപ്പോൾ അത് സീരിയസ് ആയിട്ട് പറഞ്ഞായിരിക്കാം. സിജോയെ പറ്റിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു അച്ഛൻ? സിജോ എനിക്ക് അവിടെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവായിട്ട് അങ്ങനെ പുള്ളി പറയുന്നില്ല ആരും. അപ്പൊ നമ്മുടെ ഈ സ്റ്റുഡിയോയിലോട്ട് വരികയാണെങ്കിൽ സ്റ്റുഡിയോ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അച്ഛന്റെ വലിയൊരു സ്വപ്നം അങ്ങനെയൊക്കെ പറയാനായിട്ട് വരില്ലേ? വലിയൊരു സ്വപ്നോ? സ്റ്റുഡിയോ നിങ്ങൾക്ക് കണ്ടാലറിയാം, പൊളിയായിട്ടല്ലേ മെയിൻറ്റെയിൻ ചെയ്തേക്കും. സോ പുള്ളിയുടെ ഒരു ഡ്രീം തന്നെയാണ് സ്റ്റുഡിയോ. ഇത് ഇനിയും നമ്മൾ കുറച്ചും കൂടെ പുള്ളി വളർത്തും, ഫുള്ള് സെറ്റാക്കും, കുറച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഫുള്ള് കുറെ ബെറ്റർ ആക്കും, ഇനിയും ബെറ്റർ ആക്കി സ്റ്റുഡിയോ. ഒരു ബ്രാഞ്ച് ഇത് മാത്രമേ നമുക്കുള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം കറന്റ്ലി. ഇനി തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. നമ്മള് കേറി വന്ന സമയത്ത് നമ്മളവിടെ കണ്ടായിരുന്നു ഒരു 3 മറ്റേ പേപ്പർ കട്ടിങ്സ് ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പെറ്റ്സിന്റെ, അതായത് ഒന്ന് കിക്ക് ബോക്സിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്, പിന്നെ നമ്മുടെ സ്റ്റുഡിയോന്റെ കാര്യം പറഞ്ഞിട്ട്, പിന്നെ ഒരു പൂച്ചയായിട്ടുള്ള അനു ജോസഫും റോക്കിയും വെച്ചിട്ടുള്ള ആ ഒരു പൂച്ചേന്റെ ആ ഒരു ഇതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പൂച്ചേനെ ഒരുപാട് ഇഷ്ടമാണോ റോക്കിക്ക്? എനിക്ക് പൂച്ചേനെ വലുതായിട്ട് ഇഷ്ടമല്ല. കാരണം ഞാൻ കുഞ്ഞിലോട്ട് കുറെ പൂച്ചകളെ കണ്ടുകൊണ്ട് വലുതായിട്ട് ചെയ്തില്ല. പക്ഷെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം, എന്റെ അച്ഛനും ഭയങ്കര ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. അപ്പൊ കിക്ക് ബോക്സിംഗ് മോനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ കിക്ക് ബോക്സിംഗ് പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ട് 2 വർഷമായി. ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു, ഡിസ്ട്രിക്ട് ചാമ്പ്യൻ, നാഷണൽ കളിച്ചിട്ടുണ്ട്. സൂപ്പർ. അച്ഛനാണോ ഗുരു? പുള്ളിയും പഠിച്ചിട്ടുണ്ട് കിക്ക് ബോക്സിംഗ്. അച്ഛനാണോ മോനെ പഠിപ്പിച്ച? അച്ഛനാണോ? ഞാൻ പുള്ളി ആദ്യം കിക്ക് ബോക്സിംഗ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി, പിന്നെ പഠിച്ച് സെറ്റാക്കി. പുള്ളി ഇപ്പൊ കുറച്ച് ആളായിട്ട് പ്രാക്ടീസ് ഇല്ല. ഓക്കെ. അപ്പൊ ആ ഇടയ്ക്ക് വെച്ചിട്ട് അച്ഛനും മോനും സ്റ്റുഡൻസ് ആയിട്ട് പോവായിരുന്നല്ലേ? ഓക്കെ. ഈ അച്ഛനും മോനും എല്ലാം ഈ കിക്ക് ബോക്സിംഗും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ? വീട്ടില് പ്രാക്ടീസ് ആയിരിക്കും, വർക്കൗട്ട് സെറ്റാക്കി. ഓക്കെ. അപ്പൊ ഇനി അടുത്ത് നമ്മുടെ റോക്കി മാൻഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഇതെന്താണ് ഇങ്ങനെ ഇത്രയും വലിയ വീടൊക്കെ വരാൻ പാടുന്നത്? നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ ആയിരുന്നത്. അനു ജോസഫ് ആയിരുന്നു തോന്നുന്നു ആദ്യമേ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത്. അന്ന് പക്ഷേ റോക്കിയുടെ വീടായിരുന്നു നമുക്ക് ആർക്കും അറിയില്ല. അതിനുശേഷം ബിഗ് ബോസിൽ വന്നപ്പോഴായിരുന്നു അത് റോക്കി മാൻഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയത്. സത്യത്തിൽ എന്ത് സംഭവം എന്താണ്? സത്യം പറഞ്ഞാൽ പലർക്കും ഇപ്പോഴൊരു ഡൗട്ട് ഉണ്ട് അത് സത്യത്തിൽ ആരുടെ വീടാണെന്നുള്ളത്. ആ ഒരു പ്രോജക്റ്റ് 2 പേരും കൂടെയാണ്. അവിടെ 2 വീടുണ്ട് ആക്ച്വലി. ഫസ്റ്റത്തെ മറ്റേ റോക്കി മാൻഷൻ ഇക്കാള വീടാണ്. രണ്ടാമത് അവിടെ വേറൊരു വീടും കൂടെ പണിയുന്നുണ്ട്. അതാണ് അനു ജോസഫ് ആൻറ്റിയുടെ. അല്ല, പുള്ളി 2 പേരും പാർട്ട്നേഴ്സാ, ബിസിനസ് പാർട്ട്നേഴ്സ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്ന് വന്ന അച്ഛനെ കാണാനായിട്ട് പറ്റും? ഡൗട്ടായിരിക്കും. തിരിച്ചു വന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെല്ലേ. ഓക്കെ. അച്ഛന് എന്തെങ്കിലും ഒരു സ്വപ്നത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്താ സ്വപ്നോ? എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ കുറെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ തന്നെ എനിക്ക് അറിയാതെ വേറെ കുറെ സ്വപ്നങ്ങളുണ്ട്. പറയാൻ പറ്റില്ല. വെളിയിൽ പറയാൻ പറ്റില്ല. ഞങ്ങളെല്ലാം നടത്തിയിട്ടേ കാണിച്ചു തരുന്നത്. അപ്പം ലിറ്റിൽ റോക്കിക്ക് എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ? എനിക്കോ? അതെ, എനിക്കും ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ച് ഫെയിം ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ തന്നെ എല്ലാവർക്കും ഉള്ള സ്വപ്നങ്ങൾ തന്നെ എനിക്കുള്ള. അമ്മ ഈ സ്വപ്നങ്ങളൊക്കെ കേൾക്കുമ്പോ എന്താ പറയാറുള്ളത്? നടക്കൂന്ന് തന്നെ പറയുന്നത്. എല്ലാവരും അമ്മ നടക്കും. ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ. അതേ പറഞ്ഞാൽ റോക്കിന്റെ അച്ഛന്റെ വിജയങ്ങൾക്ക് എല്ലാത്തിനും പിന്നിൽ അമ്മ തന്നെയാണ്. കാരണം ഏതൊരു കാര്യങ്ങൾക്ക് പുള്ളി മുന്നോട്ട് ചുവട് വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ അമ്മ കൂടെ ഉണ്ട് അല്ലെ? അങ്ങനെ എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടോ? എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മൊമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡന്റ് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഓർത്തെടുക്കേണ്ടി വരുമല്ലോ. ഇപ്പം ബിഗ് ബോസിൽ പോകുമ്പോ തന്നെ അന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പുള്ളി എയർപോർട്ടിൽ പോയത്. സോ ഇത്രയും നമ്മള് പുള്ളി എപ്പോഴും സപ്പോർട്ട് ചെയ്യും ഇനി എന്ത് ചെയ്താലും. കാരണം നമ്മൾ ഫാമിലിയാണ്. സോ
കൂടെ തന്നെ ഉണ്ടാവും. അതാണല്ലോ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം. ഓക്കെ, അപ്പം ബിഗ് ബോസിലേക്ക് അച്ഛന് ആ ഒരു എൻട്രി വന്നത് എങ്ങനെയായിരുന്നു? ഓഡിഷൻ കണ്ടിട്ടാണോ? ഓഡിഷൻ കോൾ കണ്ടിട്ടായിരുന്നോ? ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ഓൺലൈൻ ഓഡിഷൻ ഉണ്ടായിരുന്നു, പിന്നെ നേരിട്ടൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ 1-2-3 ഓഡിഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എടുത്തത് ഫൈനലി ബിഗ് ബോസിൽ. ഓക്കെ, എങ്ങനെയായിരുന്നു ഈ ഒരു ഇങ്ങനെ ബിഗ് ബോസിലേക്ക് ആളിനെ ക്ഷണിക്കുന്നുണ്ട്, മത്സരാർത്ഥികളെ ക്ഷണിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടുള്ള ഒരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു? പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയുന്ന ആരോ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ അറിഞ്ഞത് ബിഗ് ബോസ്. കറക്റ്റായിട്ട് ഓർമ്മയില്ല. സോ അങ്ങനെ നമ്മൾ ആ ഒരു ഓൺലൈൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അത് പോയി ബിഗ് ബോസിലെത്തി. ഓക്കെ, ബിഗ് ബോസിലെ ഫസ്റ്റ് ദിവസം നമ്മള് ഫസ്റ്റ് ഇൻട്രോ കാണിക്കുമല്ലോ, ആ സമയത്ത് അച്ഛനെ ടിവിയിൽ കണ്ടപ്പോ എന്താ തോന്നിയത്? സന്തോഷം തോന്നി. അതിനപ്പുറത്തേക്ക് എന്താ മീൻസ് അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും സജഷൻ ഒക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു? ഇത്രയും നാള് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന വ്യക്തിയാണല്ലോ, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ആളും കണ്ടിട്ടുണ്ട് ഇത്രയും നാള് ബിഗ് ബോസ്. സോ അങ്ങനെ സജഷൻ പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരെ എങ്ങനെ ഗെയിം കളിക്കുന്നു പുള്ളി നല്ല വൃത്തി കളിച്ചു 2 ആഴ്ച. സോ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ബിഗ് ബോസ് എന്താണ് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വാൺ ചെയ്തിട്ട് ഒന്നും കൂടെ നിർത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഫാമിലി മെമ്പറാണ്, ബട്ട് റൂൾസ് ആണ്. സോ അത് കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം അല്ലേ വേറൊരു രീതിയിൽ നമുക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പൊ നിലവിൽ ഉള്ള കണ്ടസ്റ്റൻസിൽ ആരാണ് കൂടുതലായിട്ടും ഇഷ്ടം? എനിക്കോ? ഞാൻ ബിഗ് ബോസ് കറക്റ്റായിട്ട് കാണാറില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. മുന്നേ ഉണ്ടായിരുന്നവരല്ലോ, ഋഷി ബ്രോനെ ഇഷ്ടമായിരുന്നു, അർജുൻ ബ്രോനെ ഇഷ്ടം. കാരണം അത് അങ്ങനെ ഇഷ്ടമാണ്. ആരെങ്കിലും ഇഷ്ടമില്ലാതെ വല്ലതുണ്ടോ? ഇല്ല, ഇഷ്ടമില്ല. എല്ലാരും ഗെയിം കളിക്കുന്നുണ്ട്. സോ അങ്ങനെ ഇഷ്ടപ്പെടാൻ ഇല്ല. ഈ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല, പുള്ളി ഒന്നും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, മോൻ കണ്ട സമയത്തൊക്കെ മോനെ എങ്ങനെയാ തോന്നിയത്? ഗെയിമായിട്ട് തോന്നി. അവര് ഗെയിം കളിക്കുന്നുണ്ട്. സോ ഗെയിം കളിച്ച് പോട്ടെ, അവര് ഗെയിം കളിച്ച് പോട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പം കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് സീസൺ 5 നമ്മുടെ അനു ജോസഫ് ഉണ്ടായിരുന്നു. അപ്പം അനു എന്തെങ്കിലും സജഷൻസ് ഒക്കെ റോക്കിക്ക് ഇത്തവണ പോകുന്നതിന് മുന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ? കൊടുത്തിട്ടുണ്ടായിരിക്കാം, അതറിയില്ല. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഇനി ഇപ്പം ഈ ഒരു സീസണിൽ ആര് വിൻ ചെയ്യും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് വല്ലതും? ഇല്ല, ആള് പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ, കാരണം ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ. സോ ആര് വിൻ ചെയ്യാനൊരു ചാൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ സിജോ വീണ്ടും റീ എൻട്രി ആയിട്ടുണ്ട്, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? നല്ല കാര്യം, കളിക്കട്ടെ, സെറ്റ് ആവട്ടെ. പുള്ളിക്ക് നല്ല ഇടിയൊക്കെ കിട്ടിയായിരുന്നു, ആള് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു കുറച്ചധികം നാള്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഒരു എഫക്റ്റ് ആ ഒരു ഇടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നീടുള്ള ബിഗ് ബോസിന്റെ എപ്പിസോഡുകൾ കണ്ട സമയത്താണ് നമുക്ക് മനസ്സിലായത്. കാരണം പുള്ളിന്റെ കയ്യിൽ നിന്ന് ഒരു ഇടി കിട്ടിയപ്പോഴത്തേക്കും പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന രീതിയിലേക്ക് മാറി എന്നുള്ള കാര്യം. ആ ചെറിയ ശരീരത്തിൽ ഇത്രയും ആരോഗ്യവാനായിട്ടുള്ള ഒരാളുണ്ടെന്ന് എല്ലാവരും അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അറിഞ്ഞത്. കിക്ക് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറെ നാള്, പിന്നെ ബാഗിലൊക്കെ പഞ്ചസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് സംഭവിച്ചൊരു റിയാക്ഷൻ ആയിരുന്നു. സോ അത് കുഴപ്പമില്ല, അത് നമ്മളതൊക്കെ ഒന്ന് പോട്ടെ അല്ലേ? ഓക്കെ, ഈ നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണ്, സ്കൂളിൽ പോകുന്നില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് അച്ഛന്റെ ആരാധകരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ? സ്കൂളിൽ തീർന്നായിരുന്നു ആ സമയം. ഇപ്പം വെക്കേഷൻ ലീവ് ആണ്ട് ഇനി പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ്. ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് വല്ലതും പറയുകയൊക്കെ ചെയ്തോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? ഗെയിം പൊളിയാണ്, അവർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളാണെങ്കിലും പലരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് റോക്കിയുടെ ഫാനാ, ഞങ്ങള് ഇത് ഇറങ്ങി റോക്കി എവിക്റ്റായി പോയതിനു ശേഷവും പലയിടത്തും നമ്മൾ പോയി സംസാരിക്കുമ്പോഴത്തേക്കും അപ്പൊ ഞങ്ങള് ബിഗ് ബോസ് കാണത്തില്ല, റോക്കി ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ കാണത്തില്ല എന്ന് പറയുന്നവര് പലരും ഉണ്ട്. കാരണം റോക്കി അത്രമാത്രം ഈ ഒരു സീസൺ 6 നല്ല ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ആരെയും കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെയാണ്. റോക്കി പോയതിനു ശേഷം വീണ്ടും ബിഗ് ബോസ് ഉറങ്ങിപ്പോയി എന്നൊക്കെയാണ് പലരും ഈ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ബിഗ് ബോസ് കാണുന്നില്ല. സോ എനിക്കത് കുറച്ച് അറിഞ്ഞൂടാ എന്താണ് നടക്കുന്നത്. ബിഗ് ബോസ് റീൽസ് വഴിയാ കാണാറുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഇതുണ്ട്, റോക്കി ഇപ്പം ഇതൊന്നും കൊടുക്കുന്നില്ല, ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള, അത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയത്തില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് മോനോട് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ?
അത് എനിക്കൊന്ന് കോൺട്രാക്ട് വല്ലതും കാണുമായിരിക്കും ബിഗ് ബോസ് ആയിട്ട്, അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു ചിലപ്പോൾ പുള്ളി വെയിറ്റ് ചെയ്യായിരിക്കും ഒരു റൈറ്റ് മൂവ്മെന്റിന് വേണ്ടി. അപ്പൊ അതുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലെ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇനി അച്ഛനും മകനും ഒക്കെ ഉള്ള സ്വപ്നങ്ങളെല്ലാം ഇനി ഒരുപാട് മുന്നോട്ട് തന്നെ പോട്ടെ, എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കട്ടെ, ബിഗ് സ്ക്രീനിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കട്ടെ പെട്ടെന്ന് തന്നെ രണ്ടുപേരെയും. സാധിക്കട്ടെ. അതെ, അത്രേ ഉള്ളൂ. താങ്ക് യു.